ആ മോനെ നിക്ക്. മോനിപ്പൊ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. അത് ഈ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഒരു വശത്ത് ആ കൊള്ളപ്പലിശക്കാരിയുടെ മകൾ രമ്യ എന്ന് പറയുന്ന ചെകുത്താൻ, മറുവശത്ത് ആ മന്ത്രിയുടെ മകളെന്ന കടല്. ചെകുത്താനെ കെട്ടണോ അതോ കടലിൽ ചാടണോ എന്ന് പറയുന്ന ചിന്തയിലാണ് രാജമോനിപ്പം. ഞാൻ ഒരു ചിന്തയിലും അല്ല. അളിയന്റെ അമ്മ മോനൊരു ഉപദേശം തരാം. അല്ല, മുണ്ടക്കലമ്മയുടെ ഉപദേശം കേട്ടവരെല്ലാം കുഴിയിൽ ചാടിയിട്ടുണ്ടല്ലേ? മോന് തമാശയൊക്കെ പറയാൻ അറിയാം. ഈ ടെൻഷന്റെ ഇടയിലെ തമാശയൊന്നും പറയാൻ പറ്റാത്തതാ അളിയന്റെ അമ്മ. അയ്യോ, എന്തിനു ടെൻഷൻ? ഞാൻ പറയുന്ന ഉപദേശം അനുസരിച്ച് ജീവിച്ച എന്റെ മോൻ ഒരു ടെൻഷനും ഉണ്ടാവത്തില്ല. എന്താ അളിയന്റെ അമ്മയുടെ ഉപദേശം? 2 പെണ്ണുങ്ങളും മോനെ കെട്ടാൻ വേണ്ടി പുടവയെ വാങ്ങിച്ച് കാത്തിരിക്കുകയാണ്. ഒന്ന് കോടീശ്വരി, മറ്റൊന്ന് ശതകോടീശ്വരി. അതിന് ആദ്യം വെപ്രാളം പിടിച്ച് നടക്കുന്ന രമ്യ മോളെ കെട്ടണം. അവളുടെ സ്വത്തുക്കളെല്ലാം മോന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചിട്ടേ കെട്ടാവൂ. ശരി, എന്നിട്ട് ഈ തമിഴ്നാട്ടില് ചിന്ന വീടെന്നൊരു ഏർപ്പാടുണ്ട്. എന്റെ ബോസ് ഗോവിന്ദസ്വാമിക്ക് ഒരു ചിന്ന വീടുണ്ടായിരുന്നു. അതുപോലെ മോരാ മന്ത്രി കൊച്ചമ്മയെ ചിന്ന വീട്ടിലെ 2ാം ഭാര്യയായി സ്വീകരിക്കണം. കോടികള് കയ്യിൽ വന്ന പിന്നെ എന്തിന് ടെൻഷൻ? ഉപദേശിച്ചനെ നന്ദിയുണ്ട്. ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ താടി വളർത്തി ഒരു സന്യാസിയായിട്ട് അലഞ്ഞു തിരിയാൻ പോവാ. എന്താ വിരോധമുണ്ടോ?